കണ്ടിരിക്കുന്ന ഒരുത്തൻ മാസാമാസം മിലിറ്ററി കോട്ടയിൽ 5-6 കുപ്പി കിട്ടുന്നോണ്ടാ നിന്റെ ഈ തള്ള ഞാൻ സഹിക്കുന്നത്. കേട്ടോടാ. എടാ, ഒരു കണക്കിന് ആ പെണ്ണൊളിച്ചോടി പോയി നന്നായി. നിനക്കിതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലടാ. ഭാരതമെന്നാൽ കേവലം ഒരു പിടി മണ്ണല്ല ജനകോടികൾ. ഭാരതാംബേ അമ്മ. ഓ, കാലത്ത് തന്നെ ഇയാൾ ഈ പത്രത്തിനകത്ത് എന്നാ പ്രയോഗിക്കൊണ്ടിരിക്കുക. ഒരു മാമൻ. എടാ അരുണേ, നീ ഇതെന്നാ ഇരിക്കുന്നത്? നിനക്ക് എത്ര ദിവസം ലീവ് ഉണ്ട്? ഇത് പിടിച്ചേ, എത്ര ദിവസം ലീവ് ഉണ്ട്? ഈ മാമനുണ്ടടാ. ഇനി ഒരു മന്ത്രിമാണിയും വേണ്ട, നമ്മൾ നേരിട്ട് ഇടപെടും. ഒരു ദിവസം 4 പെണ്ണിനെ വെച്ച് ഈ മാമൻ കാണിച്ചു തരും. കേട്ടാ? ആ വലിയച്ചേ, എന്റെ തോട്ടത്തിലുണ്ടായ പയറ് കൊണ്ടുവന്നിട്ടുണ്ട്. ചെമ്മീനിട്ട് വളർത്താം, അളിയന് കൊടുത്തോ, നല്ലതാ. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ, ഇത് റിയ ട്രാവൽസിൽ നിന്നാണ്. സാറിനും വൈഫിനും കൊടൈക്കനാൽ പോകാനുള്ള കാറ് വൈകിട്ട് കൃത്യം 4 മണിക്ക് വീട്ടിലെത്തും. അവിടെ റിസോർട്ട് എല്ലാം റെഡിയാണ് സർ. സർ പുറപ്പെടാൻ റെഡിയാണല്ലോ അല്ലേ? ഞാൻ റെഡി. അത് പിന്നെ ഹലോ സർ. ഹലോ. എടാ, നിന്റെ നിപ്പ് വേണ്ട തോന്നുന്നു നീ അവളെ തട്ടിക്കൊണ്ടുപോയത്. എടാ, അത് കള ചെറിയ പരിപാടി മാത്രമല്ല. എനിക്ക് ഉറപ്പുണ്ട് ദേ പോയവരാണെങ്കിൽ ഷേം പിടിച്ചെത്തും. പോരെ? അതല്ലടാ, പിന്നെ ആ ട്രാവൽസിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ ചൂളിപ്പോയി. സാറിനും വൈഫിനും പോകാനുള്ള കാർ റെഡിയാണെന്ന്. ഏത് സാറ്? ഞാൻ തന്നെ. അതിനിടയിൽ മാമൻ വന്നിരിക്കുന്നു. എന്ത് പറഞ്ഞു? ഒരു ദിവസം 4 കാണാൻ റെഡി ആയിക്കോന്ന് പറഞ്ഞു. എന്ത് ഈ അവസ്ഥയിൽ വേറെന്താ, പെണ്ണായിരിക്കും. അത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഓർത്തെ. അതെ, നമുക്ക് 2 പേർക്കും ഒരു പെണ്ണ് കാണാൻ പോകും. എൻ്റെ ഈ അവസ്ഥയിൽ വേറൊരു പെണ്ണ് കാണിക്കുന്ന എനിക്ക് എങ്ങനെ തോന്നടാ? അയ്യോ, നിനക്കല്ല, ഇതിങ്ങടേക്ക് എനിക്കാ. നിനക്കാ? അത് നിന്റെ വീട്ടുകാരെയും കൂട്ടിയും പോയാൽ മതി. അത് പറ്റില്ല. ഇതിനൊക്കെ ഈ പെണ്ണ് കണ്ട് തഴക്കം വന്ന ഒരാൾ കൂടെ വേണം. മാത്രമല്ല, അവള് നിന്റെ പെങ്ങളുടെ കൂടെ ഈ ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോയതാ. ബാങ്ക് ഉദ്യോഗസ്ഥയാ. അത് ചിലപ്പോൾ ശരിയായിരിക്കും. അവളുടെ കൂടെ പഠിച്ചവരൊക്കെ വലിയ ഉദ്യോഗസ്ഥരായി. ഇത് നടക്കുന്നെന്റെ മനസ്സ് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ആണായും പെണ്ണായും ഒന്നേ ഉള്ളൂ. അതും ഗുരുവായൂർ പോയിട്ട് ഉരുളി കമിഴ്ത്തി കിട്ടിയതാ. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടേ സംസാരിക്കാം. അതാണല്ലോ അതിന്റെ രീതി. മക്കള് ചെല്ലേ. ആ ഉരുളി നമുക്കും തരുമായിരിക്കും അല്ലേ? ഫോട്ടോ കണ്ടപ്പോൾ എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ കുറച്ചുകൂടി പൊക്കം ഉള്ള ആളെ എനിക്ക് താല്പര്യം. സോ ഐ എം സോറി, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, കുഴപ്പമില്ല.